സോ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ദ ഫേമസ് വളർമതി മെസ്സിലോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ലഞ്ച് കഴിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാം, കോയമ്പത്തൂരിന്റെ ഓൾ ടൈം ഫേമസ് റെസ്റ്റോറന്റ് ആയ വളർമതി മെസ്സിലോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ ഇവരുടെ ഡെലിക്കസി ആയിട്ടുള്ള മട്ടൺ ബിരിയാണി, പിന്നെ ചിക്കൻ പള്ളിപ്പാളയം, പിന്നെ പൊറോട്ട, ആ 3 ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ബാക്കി നമുക്ക് ഫുഡ് വന്നിട്ട് കാണാം. സോ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ഡിഷ് മട്ടൻ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമുക്ക് മട്ടൻ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോ നമ്മുടെ റാവുത്തർ സ്റ്റൈലിൽ പോലത്തെ ഒക്കെ ഒരു ടൈപ്പ് ഓഫ് അപ്പിയറൻസ് ആണ് ഈ മട്ടൻ ബിരിയാണിക്കുള്ള. നല്ല ചൂടുണ്ട് മട്ടൻ ബിരിയാണിക്ക്. മോശം പറയാനില്ലാത്ത ഒരു ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ എല്ലാ ഐറ്റംസും വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പള്ളിപ്പാളയം ചിക്കൻ. ബിരിയാണിയുടെ കൂടെ നിൽക്കുന്ന സൈഡ്സ് സാലഡ് ഉണ്ട്, പിന്നെ റവ കേസരി ഉണ്ട്, പിന്നെ 2 ഗ്രേവി ഉണ്ട്, ഗ്രേവി ഐറ്റംസ്, പിന്നെ പൊറോട്ടയും അതിന്റെ കൂടെ പള്ളിപ്പാളയം. ബിരിയാണി മട്ടനൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ റൈസ് എല്ലാം വിട്ട് വരുന്ന ഒരു പരുവത്തിലാണ്. അങ്ങനെ എന്താ ഓവർ കുക്കൊന്നുമല്ല, പക്ഷെ മീറ്റ് കുക്ക് പെർഫെക്റ്റ് ആണ്. അടുത്തായിട്ട് നമുക്ക് പള്ളിപ്പാളയം ഒന്ന് കഴിച്ചോളൂ. അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ള പൊറോട്ടയാണ്. ഇതിലൂടെ 2 സൈഡ്സ്, ഒരു ചിക്കൻ ഗ്രേവി ഉണ്ട്, ഒരു നാട്ടുകോഴി ഗ്രേവി ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ പൊറോട്ടയും പള്ളിപ്പാളയം ചിക്കനും ഒന്ന് കഴിച്ചു നോക്കാം. ഈ പള്ളിപ്പാളയം ചിക്കനിൽ കോക്കനട്ടിന്റെ മിക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരു 65 കൂട്ടില്ലേ? നമുക്കിങ്ങനെ ഇവിടെ മാത്രം കിട്ടുന്ന അങ്ങനെ ഒരു ഫീൽ വരത്തില്ല കഴിച്ചു കഴിയുമ്പോൾ. ഇതൊരു നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ നമ്മളൊരു ചിക്കൻ റോസ്റ്റ്, അതിന്റെ പോലത്തെ വൈബാണ് നമുക്ക് കഴിക്കുന്നത്. നമ്മുടെ മട്ടൺ മീറ്റ് ഹോൾസാണ്. ഇത് നമ്മുടെ മീറ്റ് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ഐറ്റമാണ് വിത്ത് സ്പൈസസ്. നല്ല ചൂടാണ്. പിന്നെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ അകത്ത് കംപ്ലീറ്റ്ലി മീറ്റാണ്, പൊട്ടറ്റോ അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ നമുക്കൊരു മീറ്റി ടേസ്റ്റ് കിട്ടും. ആവറേജ്, നമുക്ക് മസ്റ്റ് ട്രൈ എന്നൊന്നും എനിക്കങ്ങനെ പറയാൻ തോന്നുന്നില്ല. മീറ്റ് ബോൾസ് നല്ലതാണ്. മീറ്റ് ബോൾസ് കഴിക്കാം. ഒരു പീസ് ഒരാൾക്ക് കഴിക്കുന്നത് വേർത്തായിരിക്കും. പിന്നെ നമ്മുടെ പൊറോട്ട ഫ്ലേക്കി പൊറോട്ട ആയിരിക്കും. ബിരിയാണിയൊക്കെ ഒരു എബോ ആവറേജ് അത്രേ ഉള്ളൂ. പിന്നെ ഇനിയൊരു ഗോലി സോഡയിൽ നമുക്ക് അവസാനിക്കും. നമ്മൾ കഴിച്ചതിനകത്ത് എനിക്ക് ഈ ബിരിയാണിയെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ NMR-ലൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ഫീല് നമുക്ക് കിട്ടിയുള്ളൂ. ഇവിടെ വന്നിട്ട് വലിയ സ്പെഷ്യലായിട്ട് പറയാനായിട്ട് ഒന്നും തോന്നിയില്ല. നമ്മുടെ റൗത്തർ ബിരിയാണി കഴിക്കുന്ന ഒരു ഫീല് പാലക്കാട് ഇവിടെയും കിട്ടിയുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ഒരു ഫീലുള്ളൂ, ആവറേജ് ആയിട്ട് തോന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് നമുക്ക് വർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടെ. കാരണം കൂടുതലും തേങ്ങയാണ് കൂടുതൽ എനിക്ക് കിട്ടിയത്. If you come this try, make all experience in coming chairs. ഇത് പനീറല്ലേ? ഇത് ലൈമല്ല, ഇത് പനീറാണ്. കോംപ്ലിമെന്ററി ആയിട്ട് അവരുടെ റവ കേസരി എടുക്കാറുണ്ട്. അത് വളരെ നല്ലതായിരുന്നു. അധികം സ്വീറ്റ് ഒന്നും അല്ല, എന്നാൽ ഈ ഒരു ടേസ്റ്റ് ഒക്കെ ഉള്ള, നമുക്ക് നാട്ടില് എക്സ്പീരിയൻസ് ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ നല്ലൊരു റവ കേസരിയാണ് ഇവിടുന്ന് കഴിച്ചത്.